ഇവിടെ പള്ളിയിൽ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോ നമ്മൾ വിളിക്കൂലേ? എന്ത് വിളിക്കും? ഫോൺ വിളിക്കും. പള്ളിയിലെ മുഅദ്ദിൻ കിടന്ന് മൈക്കിൽ കൂടെ തുറന്നു വിളിക്കുമ്പോ നീ ഫോൺ വിളിച്ചോണ്ടിരിക്കുക, അല്ലാതെ ബാങ്കല്ല വിളിക്കണേ. നീ ഇവിടെ വയല് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സമയത്ത് പോലും പള്ളി കമ്മിറ്റി ഓഫീസിലും അപ്പൊ വയല് തന്നെയാ. അല്ലാതെ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോഴും നിനക്കതിന്റെ ഗൗരവം അറിയോ? പാവമാണോ? ഇവിടെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് പാപമാണോ? എന്നെ ഒന്ന് പറയടാ ചങ്ങാതി, പാവമാണോ? എന്നിട്ട് നീ ചെയ്യാറില്ലേ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് പാപമെന്നല്ലേ, പാവമല്ലെന്നല്ലേ നീ കരുതിയിരിക്കുന്നത്? പാവമല്ല. ഏത് പെണ്ണാപ്പ ബാങ്ക് വിളിക്കുന്ന സമയത്ത് കുറച്ചു വെക്കടാ, എന്ത് ടിവിയുടെ ശബ്ദം, ടിവിയുടെ ശബ്ദം കുറച്ചു വെക്കടാ, ബാങ്ക് വിളിക്കുന്നു, ഓഫാക്കടാന്നല്ല ചെയ്യുന്നതാ. ഒരാള് കള്ളുചാപ്പി പോയി, ഇവിടെ ഉണ്ടോ പോയി കള്ളുചാപ്പ്? ഒരാള് കള്ളുചാപ്പി പോയിട്ട് കള്ളു കുടിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് ഞണ്ട് കറി കൊണ്ടുവച്ചത്. ഞണ്ടിന്റെ കറി കൊണ്ട് വെച്ചു കൊടുത്തു. ഞണ്ടെന്ന് പറഞ്ഞാൽ അറിയില്ലേ ഇപ്പൊ? എലഞ്ചി. എലഞ്ചിയുടെ കറി കൊണ്ട് വെച്ച്. അപ്പൊ കള്ളു കുടിച്ചോണ്ടിരിക്കുന്നവൻ പറയാ, ഇത് ഞങ്ങൾക്ക് കഴിക്കൽ കറാഹത്താണെന്ന്. എന്താ പറഞ്ഞേ? കള്ളു കുടിച്ചോണ്ടിരിക്കുന്നവന്റെ മുന്നിൽ ഞണ്ടിന്റെ എലഞ്ചിയുടെ കറി കൊണ്ട് വെച്ചപ്പോ ഓൻ പറയാ, ഇത് ഞങ്ങൾക്ക് കറാഹത്താണെന്ന്. അവൻ കുടിച്ചോണ്ടിരിക്കുന്നതോ? അവൻ കുടിച്ചോണ്ടിരിക്കണ എന്താപ്പാ? ഇതുപോലെ തന്നെ നമ്മൾ പെണ്ണുങ്ങള് TV കണ്ടോണ്ടിരിക്കുന്ന മക്കളുടെ അടുത്ത് പോയിട്ട് പറയാ, മക്കളെ ബാങ്ക് വിളിക്കുന്ന സൗണ്ട് കുറയ്ക്കും. അത്രയെങ്കിലും ബോധം ഉണ്ടല്ലോ, അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ബോധം ഇല്ലാഞ്ഞിട്ടല്ല. ഈ പെണ്ണുങ്ങൾ തലമറയ്ക്കുന്ന 2 സമയങ്ങളുണ്ട്. എപ്പോഴാണെന്നറിയോ? പെണ്ണുങ്ങൾ തലമറയ്ക്കുന്ന 2 സമയം. ഒന്ന്, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്തും തലമറയ്ക്കും, ഉസ്താദിനെ കാണുമ്പോഴും മറയ്ക്കും. അള്ള കാണുമ്പോ തുറന്നിട്ടുണ്ട് നടക്കും. അള്ള കാക്കുമാറാകട്ടെ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് തലമറയ്ക്കാം. ഉസ്താദ് വീടിന്റെ പരിസരത്തൂടെ പോകുമ്പോഴും മറയ്ക്കും. റോഡിൽ പോകുമ്പോ ഇതും കൂടെ ഉരിയിടാൻ വരുമെങ്കിൽ ഉരിയിടും. അലച്ചയ്ക്ക് അള്ള കാണുന്നുള്ള ഉസ്താദിനെ പേടിയുണ്ട്, അള്ളാനെ പേടിയില്ല. ഇതാണ് ഇന്നത്തെ സഹോദരങ്ങളെ, സഹോദരിമാർ, നമ്മളുടെ ചിന്തയും നമ്മുടെ കാഴ്ചപ്പാടും. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിനക്ക് എങ്ങനെ ഫോൺ വിളിക്കാൻ പറ്റുന്നു? എങ്ങനെ സംസാരിക്കാൻ നിനക്ക് പറ്റുന്നു? നിനക്കതിന്റെ നാശമറിയുമോ? മദ്രസയിൽ 2ാം ക്ലാസ്സിൽ നീ പഠിച്ചിട്ടില്ലേടാ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന് മരണസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവന്റെ നാവ് പൊങ്ങില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. ഇതിനേക്കാളും വലിയ നാശമുണ്ടോ മനുഷ്യ? എന്റെയും നിന്റെയും ജീവിതത്തിൽ അഭിലാഷം എന്താ? സ്വർഗത്തിൽ പോണെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് എന്തിനാ? മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സ്വർഗമേ, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാ, നിന്നിലേക്ക് വരണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമാ. കാരണം എന്തെന്നറിയോ? നിന്നെ സ്നേഹിച്ചത് കൊണ്ടല്ല. അതാ പറഞ്ഞത്, സ്വർഗത്തിൽ പോകുന്നത് എന്തിനാ? സ്വർഗത്തിൽ പോകാൻ കൊതിച്ചിട്ടല്ല. അള്ളാനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോണം, അത്രേ ഉള്ളൂ. അള്ളാനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോണം. അതുകൊണ്ടാണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പോണെങ്കിൽ നീ തീരുന്ന സമയത്തിൽ ആയിരാകയില്ലല്ലോ പറയണ്ടേ? എന്റെ പൊന്നാര സഹോദര, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് വഅദ് പറയുന്ന ഉമ്മയോട് സംസാരിക്കുന്ന ചെറുപ്പക്കാരാ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് പറഞ്ഞു മരിച്ചാലല്ലേ നിനക്ക് സ്വർഗം കിട്ടൂ. റസൂലുള്ളാഹ് പറഞ്ഞത്, നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, സദഖ കൊടുക്കുന്നവന് സ്വർഗമുണ്ട്, വഅദ് പറയുന്നവന് സ്വർഗമുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവന് സ്വർഗത്തിൽ പ്രവേശിച്ചെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ സ്വർഗത്തിൽ കടന്നെന്നാടാ പറഞ്ഞത്, കടക്കുമെന്നല്ല പറഞ്ഞത്. അവന് കടന്നെന്നാ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന് കഴിയൂല. ഏത് കൊലകൊമ്പം എന്ന് പറഞ്ഞാൽ, എത്ര വലിയ മഹാൻ വന്ന് നിന്റെ ചാരത്ത് നിന്നിട്ട് പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് പറഞ്ഞു തന്നാലും നിനക്ക് കഴിയൂല, നിനക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളോട് പറയുന്നത് ചെറിയ പാപമല്ല, നിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാ, അവസാനം മോശമാകുന്ന കാര്യമാ. 6 വിഭാഗം ആൾക്കാർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയൂല. 6 പാപം ചെയ്യുന്നവർക്ക് മരിക്കുന്ന സമയത്ത് ശഹാദത്ത് കലിമ പറയാ അവരുടെ നാവ് പൊങ്ങൂല. അതിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചവരാ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാണ്, ബാങ്കിന്റെ ശബ്ദം കേട്ടാ നിർത്തണമടാ, നിന്റെ സംസാരം നിർത്തട്, പെങ്ങളെ ഇനിയെങ്കിലും നിർത്തട്. എന്നിട്ട് ബാദാ മുഅദ്ദിന് പറയുന്നത് പോലെ നീ അവിടുന്ന് ജവാബ് പറ, അതുപോലെ തന്നെ പറ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പള്ളിയിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് വിളിച്ച് തീർന്നു കഴിഞ്ഞാൽ ഉടനെ പറയേണ്ടത് എന്തെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ബാങ്ക് വിളിച്ച് തീർന്നു കഴിഞ്ഞാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعة يوم القيامة. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന് നാളെ പരലോകത്ത് തല ഉയർത്തിപ്പിടിക്കുമെന്ന് റസൂലുള്ളാഹി പറയുമ്പോ വിളിക്കാൻ കഴിയാത്ത ചെറുപ്പക്കാരാ, പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ ഭാഗ്യമില്ലാത്ത പിതാവേ, അതിനേക്കാളും പ്രതിഫലം തരാമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ? അതിനേക്കാളും പ്രതിഫലമല്ലേ പെങ്ങള്? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാതിരുന്നാൽ പടച്ചവനെ നിന്റെ മരണം നന്നാവുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുകയാണ്. ബാങ്ക് വിളിച്ച് തീർന്നു കഴിഞ്ഞാൽ നീ ബാങ്കിന്റെ ദുആ ചെയ്താ അല്ലാഹുവേ, നീ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂല് നിന്റെ കയ്യിൽ പിടിക്കുകയാണ്. ബാങ്ക് വിളിച്ചതിന് ശേഷം ദുആ ചെയ്തവന്റെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ബാങ്ക് വിളിച്ചതിന് ശേഷം ദുആ ചെയ്തവര് നീ സ്വർഗ്ഗത്തിൽ എങ്ങനാ പോകുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വജബത്ത് ലഹു ശഫാഅത്തി, അവന് ശഫാഅത്ത് നിർബന്ധമായി. റസൂലുള്ളാഹി കൊണ്ടുപോവുകയാ, റസൂലുള്ളാഹി കൊണ്ടുപോവുകയാ. എന്തേ ഇതിനേക്കാളും പ്രതിഫലം വേണ്ടത്? അതുകൊണ്ട് നിസാരമായി കാണരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ചെറിയ പാപങ്ങൾ പൊറുക്കാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? ബാങ്ക് വിളിക്കണേ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിന് പറയുന്നത് പോലെ നീയും പറയടേ, എങ്കിലും നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.